എന്തൊരു ഗതികെട്ട മുഖ്യമന്ത്രിയാണിത്. തലങ്ങും വിലങ്ങും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എന്തിന് തലക്ക് മുകളിൽ നിന്ന് വരെ അടി കിട്ടിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത ദുരവസ്ഥ തന്നെയാണ്. മോന്തിയാകുവോളം വെള്ളം കോരിയിട്ട് ഒടുവിൽ പടിക്കൽ കൊണ്ട് കലമുടക്കുക എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ പോക്ക്. 10 വർഷത്തെ ഭരണം പൂർത്തിയാക്കി റെക്കോർഡിട്ട് മൂന്നാം ഊഴത്തിലേക്ക് കടക്കാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിയുടെ കഴുത്തിന് ശബരിമല അയ്യപ്പന്റെ രൂപത്തിൽ ഒരു വിധിയും പിടിയും വരുന്നതും തിരിച്ചടിയാവുന്നതും. തെരഞ്ഞെടുപ്പിന് ഒരു മുഴം മുൻപേ എറിയുക എന്ന് പറഞ്ഞ പോലെ ഒരു വർഷം മുൻപ് കൊല്ലത്ത് വെച്ച് CPM ഒരു സമ്മേളനം നടത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്ന ആ സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട ഇനി അങ്ങോട്ടുള്ള ഒരു വർഷം ഒരു വിവാദത്തിലും പോയി ചാടരുത് എന്നതായിരുന്നു. വാക്കുകൾ പോലും സൂക്ഷിക്കണമെന്ന് പാർട്ടി കർശന നിർദ്ദേശവും നൽകി. മുഖ്യമന്ത്രിയുടെ കൈപ്പടയിൽ തയ്യാറാക്കിയ ആ ജാഗ്രതാ ചിട്ടുകൾ മന്ത്രിമാർക്കും MLA-മാർക്കും വിതരണം ചെയ്യുകയും ചെയ്തു. പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. വീണ വിജയന്റെ വിഷയത്തിലും ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയിൽ മെഡിക്കൽ കോളേജ് തകർന്നതുമൊക്കെ തുടങ്ങി തിരിച്ചടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർജൻ പോലും വീണയ്ക്ക് ഇതിനെതിരെ രംഗത്ത് വന്നതോടെ കാര്യങ്ങൾക്ക് ഒരു പൂർത്തീകരണമായി. സിസ്റ്റത്തിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഒടുവിൽ വീണയ്ക്ക് തല കുനിക്കേണ്ടി വന്നു. ചാണ്ടി ഉമ്മൻ കണക്കുകൾ നിരത്തി ഇവിടെ കളം നിറഞ്ഞാടിയതും നമ്മൾ കാണുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥ ട്വിസ്റ്റ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന ബോംബ് ഹൈക്കോടതി മുഖ്യമന്ത്രിക്ക് നേരെ പൊട്ടിച്ചു. അതോടെ വീണ വിജയൻ വിവാദമൊക്കെ പമ്പ കടന്നു. എല്ലാവരുടെയും കണ്ണുകൾ ക്ലിഫ് ഹൗസിലേക്ക് തിരിഞ്ഞു. തന്റെ കൂട്ടാളികൾ ഓരോരുത്തരായി ജയിലറയിലേക്ക് നീങ്ങിയപ്പോൾ മുൻ മന്ത്രി കടകംപള്ളിയെ ജയിൽ വാതിൽക്കൽ നിന്നാണ് മുഖ്യമന്ത്രി കഷ്ടിച്ചു വലിച്ചു കയറ്റിയത്. അവിടെ രാഹുൽ മാങ്കൂട്ടവും അടൂർ പ്രകാശും മുതൽ സോണിയാഗാന്ധി വരെ വലിച്ചിഴച്ചാണ് മുഖ്യമന്ത്രി പ്രതിരോധം തീർത്തത്. ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും കൊടിമരവും കഴിഞ്ഞ ദിവസം നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ വരെ കോടികൾ തട്ടാനായിരുന്നോ പരിപാടി? ദേവസ്വത്തിന്റെ സർപ്ലസ് ഫണ്ട് വരെ അടിച്ചെടുക്കാനായിരുന്നോ പ്ലാൻ എന്ന കോടതിയുടെ ഒറ്റ ചോദ്യത്തിൽ മുഖ്യൻ വീണ്ടും വീർത്തു. ഒരു രാത്രി ഉറങ്ങാൻ ലക്ഷങ്ങൾ പൊടിച്ച സപ്രപഞ്ചമൊരുക്കിയ കഥ നാട്ടിലാകപ്പാട്ടായി. ജനം മൂക്കത്ത് വിരൽ വെച്ച് പറഞ്ഞു, കടക്ക് പുറത്ത്. തിരിച്ചടികൾ അവിടെയും തീരുന്നില്ല. ഇതാ സുപ്രീം കോടതിയുടെ വക അടുത്ത പ്രഹരം വരികയാണ്. ശബരിമല യുവതീ പ്രവേശനം എന്ന പഴയ കനൽ വീണ്ടും ജ്വലിക്കാൻ പോകുകയുമാണ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി വരും ദിവസങ്ങളിൽ പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണത്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ വിശ്വാസികളെ വീണ്ടും പ്രകോപിപ്പിക്കുന്ന ഈ വിഷയം കോടതി കയറുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ തന്നെയാണ്. പഴയ മുറിവുകൾ വീണ്ടും ഉണങ്ങാതെ നിൽക്കുമ്പോൾ കോടതിയിൽ നിന്ന് വരുന്ന ഓരോ വാക്കും പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ചുരുക്കത്തിൽ ശബരിമല അയ്യപ്പൻ തൊടുത്ത അസ്ത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി മുഖ്യമന്ത്രിയെ തേടിയെത്തുകയാണ്. പക്ഷേ തിരിച്ചടികൾ അവിടെയും തീരുന്നില്ല. അടുത്ത പണി മുഖ്യനും കൂട്ടാളികൾക്കും സുപ്രീം കോടതി നേരിട്ട് തന്നെയാണ്. കേരളക്കരയെ പിടിച്ചുലച്ച ശബരിമല യുവതീ പ്രവേശനം. നീണ്ട 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ കേസ് സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് വീണ്ടും പരിഗണനയ്ക്കെടുക്കുന്നത്. 2018-ലെ ആ വിധിക്ക് ശേഷം കേരളം കണ്ടത് സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങളാണ്. അന്ന് നവോത്ഥാനം പറഞ്ഞ് യുവതികളെ മല കയറ്റാൻ വാശി പിടിച്ച മുഖ്യമന്ത്രിക്ക് ഇന്ന് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കേണ്ട ഒരു ഗതികേടാണുള്ളത്. 5-അംഗ ബെഞ്ച് വിധി പ്രസ്താവിച്ചിട്ട് 7 വർഷം കഴിഞ്ഞിട്ടും പുനഃപരിശോധനാ ഹർജികൾ വിശാല ബെഞ്ചിന് വിട്ടിട്ടും ഇതുവരെ ഒരു തീർപ്പായിട്ടില്ല എന്നതായിരുന്നു സർക്കാരിന്റെ ഏക ആശ്വാസം. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി ഈ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഉറക്കം കെടുത്തുകയാണ്. അന്ന് വിശ്വാസികളെ തല്ലിച്ചതച്ചതും ആചാരങ്ങൾ ലംഘിക്കാൻ ഒത്താശ ചെയ്തതും മുന്നോട്ടു പോയ പിണറായി വിജയൻ ഈ 2ാം പകുതിയിൽ പഴയ നിലപാട് തുടരാനാകുമോ, അതോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ പേടിച്ച് മലക്കം മറിയുകയോ എന്നാണ് ചോദ്യങ്ങൾ. മുൻപ് സത്യവാങ്മൂലം നൽകിയപ്പോൾ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സർക്കാർ ഇനി കോടതിയിൽ എന്തു പറയുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. 7 വർഷത്തിനിപ്പുറം അയ്യപ്പ വിശ്വാസികൾക്കുണ്ടായ മുറിവിൽ ഉപ്പ് വരട്ടാൻ വീണ്ടും ഒരു കോടതി വിധി കൂടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ചുരുക്കത്തിൽ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് അടി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്.